യുദ്ധം ഞങ്ങൾ ചെയ്യത്തില്ല, ഞാൻ പ്രസിഡന്റായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് യുദ്ധമൊന്നും ഞാൻ സമാധാനപ്രിയനാണ്, കൊണ്ടുവരത്തില്ല, യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ യുദ്ധക്കുതിയന്മാർ എന്നെക്കാട്ടി മുന്നേ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിമാരാണെന്നൊക്കെ ട്രംപ് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇത്രയും യുദ്ധം നടത്തിയിരിക്കുന്നത്. അപ്പൊ നിലപാടില്ലാത്ത ഒരു പ്രധാനമന്ത്രി ആരാണെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലോകം എല്ലാം ഒരു ഒറ്റക്കെട്ടായിട്ട് എന്ന് പറയുന്നത് ട്രംപിന്റെ പേരായിരിക്കും. എണ്ണപ്പാടങ്ങളും അവിടുത്തെ ഭൂമിയും അല്ലെങ്കിൽ അവിടുത്തെ അധികാരവും ഒക്കെ മോഹിച്ചു പോയ ട്രംപിന് ഒരു കാര്യം മനസ്സിലായി, ഇറാനിൽ ഇനിയൊന്നും നടക്കില്ല എന്നുള്ളത്. ഇറാൻ എന്ന് പറയുന്ന നിലപാടുള്ള ഒരു രാജ്യമാണ്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ നൽകേണ്ടി വന്നാലും ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. 5 ദിവസം കൊണ്ടിട്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു പ്ലാനും അമേരിക്കയ്ക്കില്ല. ഇതൊരു നാടകമാണെന്ന് എല്ലാവർക്കും അറിയാം, ഇറാന് പ്രത്യേകിച്ച് അറിയാം. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലനിൽപ്പിന് യുദ്ധം ആവശ്യമാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ഡീവിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് കേസുകളുള്ള ഒരു വ്യക്തിയാണ്, ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ്. രേഷ്മ, 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് യുദ്ധം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലുള്ളത്. ഇറാനിലേക്ക് തൽക്കാലത്തേക്ക് അമേരിക്ക ആക്രമിക്കില്ല എന്നൊരു വാർത്തയാണ് നമ്മൾ കുറച്ച് ദിവസം മാർച്ച് 23-നാണ് ആ ഒരു വാർത്ത പുറത്തു വന്നത്. നമ്മൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്ത സമയത്ത് നമ്മളുടെ വീഡിയോന്റെ കമന്റുകളിൽ ഏറ്റവും കൂടുതൽ വന്ന കമന്റ് ട്രംപ് ചതിയനാണ്, ഒരിക്കലും വിശ്വസിക്കരുത് എന്നായിരുന്നു. അവരുടെ നിരീക്ഷണം കറക്റ്റ് ആണെന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത്. കാരണം ബുഷഹർ ആണവ നിലയത്തിലേക്ക് ട്രംപ് ഒരു ആക്രമണം നടത്തിയതായി സൂചനകൾ വരുന്നുണ്ട്. അപ്പോൾ അതായത് ആക്രമണം നടത്തില്ല 5 ദിവസത്തേക്ക് എന്ന് ഉറപ്പ് പറഞ്ഞ ട്രംപ്, നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ വാക്കിന് വ്യവസ്ഥയില്ലാത്ത ട്രംപ് ആ സമയം കൊണ്ട് തന്നെ ആ ഒരു 5 ദിവസത്തിനുള്ളിൽ തന്നെ ആക്രമണം നടത്തിയിരിക്കുകയാണ്. പല രീതിയിലും ആക്രമിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്, അല്ലേ? അതെ, അതായത് ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് എപ്പോഴും വാക്കിന് വിലയില്ലാത്തുള്ള ഒരാളാണ്. കാരണം ട്രംപ് പറയുന്ന കാര്യങ്ങളിൽ ഏത് നിമിഷം വേണമെങ്കിലും കാല് മാറാം. മറ്റേ നമ്മുടെ മലയാളത്തിലൊക്കെ കുറച്ചുകൂടി പഴഞ്ചൊല്ല് പറയത്തില്ല, അന്നേരം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു സ്വഭാവം, അതാണ് ട്രംപിനുള്ളത്. ട്രംപ് എന്ന് പറയുന്ന ചില നീക്കങ്ങളും നിർണായക വെല്ലുവിളികളൊക്കെ അങ്ങോട്ട് നടത്തും, പക്ഷെ അതിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഈ യുദ്ധം തുടങ്ങുന്നതിന്റെ ഒരു പശ്ചാത്തലം തന്നെ അവിടെയാണ്. അതായത് 3ാം ഘട്ട ചർച്ച ഇറാനും അമേരിക്കയും കൂടി നടന്നു കഴിഞ്ഞിട്ട് 4ാം ഘട്ട ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നതിന് ഇടയിലാണ് ട്രംപിന്റെയും ഈ പറയുന്ന ഇസ്രായേലിന്റെയും ആക്രമണം നടക്കുന്നത്. അപ്പൊ അവിടെ തന്നെ ട്രംപ് നിലപാട് മാറ്റി ഒരു കള്ളത്തരം. ഇതിനു മുമ്പും എന്തിനേറെ പറയുന്നു, യുദ്ധം ഞങ്ങൾ ചെയ്യത്തില്ല, ഞാൻ പ്രസിഡന്റായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് യുദ്ധമൊന്നും ഞാൻ സമാധാനപ്രിയനാണ്, കൊണ്ടുവരത്തില്ല, യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ യുദ്ധക്കുതിയന്മാർ എന്നെക്കാട്ടി മുന്നേ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിമാരാണെന്നൊക്കെ ട്രംപ് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇത്രയും യുദ്ധം നടത്തിയിരിക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ട്രംപിന്റെ കളികൾ എന്നുള്ളത്. അപ്പൊ ട്രംപിന് ഒരിക്കലും ഒരു നിലപാടില്ല എന്ന് പറയുന്നത് സത്യം തന്നെ. ഇപ്പൊ നിലപാടില്ലാത്ത ഒരു പ്രധാനമന്ത്രി ആരാണെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലോകം എല്ലാം ഒരു ഒറ്റക്കെട്ടായിട്ട് എന്ന് പറയുന്നത് ട്രംപിന്റെ പേരായിരിക്കും. കാരണം ട്രംപ് ഈ നിലപാട് ആരോടാ പറയുന്നത്? സോഷ്യൽ മീഡിയ വഴി വന്ന് എല്ലാ ജനങ്ങളോടും പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഒരാളോട് പറയുന്നതാണെങ്കിൽ നമ്മൾ കേട്ടില്ലെന്ന് പറയാം, പുള്ളി തന്നെ പുള്ളിയുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നു, പുള്ളി തന്നെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അഭിമുഖം കൊടുക്കുന്ന, അങ്ങനെ കുറെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. അപ്പൊ ട്രംപ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് പിന്നീട് ഡിലീറ്റ് ആക്കുക അല്ലെങ്കിൽ പിൻവലിക്കുക അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് ട്രംപ് പറഞ്ഞിരുന്നത് എന്താണ്? ഇറാന്റെ മണ്ണ് ഞങ്ങൾക്ക് വേണം, ഇറാന്റെ ഭരണം ഞങ്ങൾക്ക് പിടിച്ചെടുക്കണം എന്നൊക്കെയായിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസം മുമ്പ് ട്രംപ് പറഞ്ഞെന്താ, ഞാനും അയത്തുള്ളയും കൂടി ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മണ്ണ് ഞങ്ങൾക്ക് ഇനി വേണ്ട, പക്ഷെ ഹോർമുസ് കടലിടുക്ക് ഞങ്ങൾ നിയന്ത്രിക്കും. എണ്ണപ്പാടങ്ങളും അവിടുത്തെ ഭൂമിയും അല്ലെങ്കിൽ അവിടുത്തെ അധികാരവും ഒക്കെ മോഹിച്ചു പോയ ട്രംപിന് ഒരു കാര്യം മനസ്സിലായി, ഇറാനിൽ ഇനിയൊന്നും നടക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് പതുക്കെ അവിടുന്ന് പിൻവലിയുന്ന സാഹചര്യം ഈ പറയുന്ന അമേരിക്കയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് ആദ്യമേ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചാരണം നടത്തി, അത് എല്ലാവരും ഏറ്റെടുത്ത്. എന്നാൽ ആ പ്രചാരണത്തിൽ ഇറാൻ കൈകൊണ്ടില്ല, ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം നടന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം 5 ദിവസത്തേക്ക് വെടിനിർത്തുകയാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ട്രംപ് ഈ പറയുന്ന ബുഷഹർ എന്ന് പറയുന്ന ആണവ നിലയത്തിലേക്ക് ആക്രമണം നടത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ട്രംപിന്റെ നിലപാടും ട്രംപ് എങ്ങനെയാണ് വാക്കിന്റെ വില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധമാണ്, അല്ലെ? അപ്പോൾ യുദ്ധത്തില് വായ്മൊഴിയാണെങ്കിലും എന്താണെങ്കിലും പറഞ്ഞ കാര്യങ്ങൾക്കൊരു വാക്ക് പാലിക്കുക എന്ന് പറയുന്ന ഒരു അടിസ്ഥാന ധർമ്മമാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല, ഇറാൻ ഇങ്ങനെയാണെന്നൊക്കെ പലരും വന്ന് പറയുമ്പോൾ
നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇറാൻ എന്ന് പറയുന്ന നിലപാടുള്ള ഒരു രാജ്യമാണ്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ നൽകേണ്ടി വന്നാലും ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. പക്ഷെ ആ ഇറാനോട് യുദ്ധം ചെയ്യാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്തൊരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. കാരണം ഒരു 5 ദിവസത്തേക്ക് 23 തുടങ്ങി 28-ാം തീയതി വരെ ഒന്നും സംഭവിക്കില്ല, ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പ് കൊടുത്ത ഒരു ഭരണാധികാരി ആ ഒരു വാക്ക് നിലനിൽക്കെ തന്നെ, ആ ഒരു അജണ്ട നിലനിൽക്കെ തന്നെ അതിനെതിരെ അതിലെ മാണവ കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ പക്ഷേ ഇതിനൊന്നും ഇറാനെ ഭയപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇറാൻ അപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ, പക്ഷെ ഞങ്ങൾ ആ സമയം കൊണ്ട് ബാക്കി എന്താണോ ഞങ്ങൾക്ക് പറ്റുന്നത് അത് ചെയ്യാമെന്ന്. ഈ ഒരു 23-ാം തീയതി യുദ്ധം നിർത്തുന്നു എന്നല്ലെങ്കിൽ താൽക്കാലികമായി നിർത്തുന്നു എന്ന് ട്രംപ് പറഞ്ഞതിന് ശേഷം പോലും ട്രംപ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ അല്ലെങ്കിൽ വിമാനവാഹിനി കപ്പലുകൾ, അതുപോലെ തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഇറാന്റെ ഭാഗത്തേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത്. അതായത് അവര് യുദ്ധത്തിന് വേണ്ട തൽക്കാലം ഒരു ഇടവേള എടുത്ത് കയ്യിലുള്ള കാര്യവും കാശൊക്കെ തീർന്നിട്ടുണ്ടാവും, അപ്പൊ ഒന്ന് സംഘടിപ്പിക്കാനായിട്ടുള്ള കുറച്ചൊരു ഗ്യാപ്പാണ് ഇറാനോട് ചോദിച്ചത്. ഇറാൻ പക്ഷേ കൂളാണ്, നിങ്ങൾ എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ, തിരിച്ചു വന്നോളൂ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്നൊരു നിലപാടാണ് ഇറാൻ എപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇറാൻ തിരിച്ചു ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാന്റെ മിസൈൽ നഗരങ്ങളുടെ ദൃശ്യം പുറത്തുവിട്ടു. അതായത് ഇത്രമാത്രം ഞങ്ങളുടെ സജ്ജരാണ്, നിങ്ങൾ എന്താ ആയുധങ്ങൾ ഇല്ലെങ്കിൽ അതൊക്കെ ഒപ്പിച്ച് അതൊക്കെ അറേഞ്ച് ചെയ്ത് വന്നോളൂ, ഞങ്ങൾ ഇവിടെ റെഡിയാണ് എന്നൊരു രീതി കാണിച്ചു കൊടുത്തു. രണ്ടാമത്തത് ഹോർമൂസ് കടലിടുക്കില് നാവിക കരുത്ത് കാണിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോ ഇറാൻ എപ്പോഴും ചെയ്തത് അങ്ങനെ തന്നെയാണ്. അവർ പറഞ്ഞത് ഇറാൻ വാക്ക് പാലിച്ചു, തിരിച്ചൊന്നും ചെയ്തില്ല. പക്ഷേ എത്ര നാളിങ്ങനെ വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരാളോട് കൂടി യുദ്ധം ചെയ്യും? അതാണ് ഇപ്പോഴത്തെ സംശയം. അത് വേറൊരു കാര്യമുണ്ട് ദേവി, ഈ പറയുന്നത് പോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു വെളിവില്ലാത്ത ആളിനെ പോലെയാണ്. കാരണം അദ്ദേഹത്തിന് എനിക്കതാണ് എപ്പോഴും ഒരു സംശയം തോന്നുന്നത്. അത്തരത്തിലൊരാള് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരാളെന്ന് നമുക്ക് പറയുന്നത്. നമ്മളൊരാളെ ഒരിക്കലും മോശമായിട്ട് പറയുന്നതല്ല, ഒരാളെയും അധിക്ഷേപിക്കണം എന്ന് എനിക്കൊരു താല്പര്യമില്ല. പക്ഷേ ഒരു വ്യവസ്ഥയും ഇല്ലാത്തൊരു മനുഷ്യൻ, നമ്മളിപ്പം ഞാൻ രേഷ്മയോട് ഒരു കാര്യം പറയാണ്, അത് പാലിക്കാൻ ഞാൻ എത്രത്തോളം ശ്രമിക്കുമെന്നതൊരു നമ്മളുടെ ഒരു പേഴ്സണാലിറ്റീനെ ബാധിക്കുന്ന കാര്യം. ഒരു പ്രാവശ്യം സാധിച്ചില്ലെങ്കിൽ പിന്നെ അത് വിട്ടേക്കണം. പക്ഷെ വീണ്ടും ഇപ്പൊ ഞാനും കഴിഞ്ഞ ദിവസം യദുവും കൂടി ചർച്ച ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഈ പറയുന്നത് പോലെ തന്നെ 5 ദിവസത്തെ എന്തുകൊണ്ടാണെന്ന്. അതിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസം കൊണ്ടിട്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു പ്ലാനും അമേരിക്കയ്ക്കില്ല. ഇതൊരു നാടകമാണെന്ന് എല്ലാവർക്കും അറിയാം, ഇറാനെ പ്രത്യേകിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ഈ പറയുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു രാജ്യം മാത്രമല്ല, വളരെ ബുദ്ധിയും കൂടി കുറച്ചുള്ള ഒരു നേതാക്കന്മാരും അവിടെ ഉണ്ട്. കാരണം അവര് പറയുന്ന ഓരോ വാക്കിനും അവര് പ്രവർത്തിയിലൂടെ തന്നെ തിരിച്ചു മറുപടി കൊടുക്കാറുണ്ട്. പക്ഷെ ഈ പറയുന്നത് പോലെ തന്നെ ആരെയും കാല് പിടിക്കാൻ പോവുകയോ അല്ലെങ്കിൽ ഞങ്ങളെ സഹായിക്കാൻ വരണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇത്ര പേര് ഇവിടെ മരിച്ചു അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നു, ഞങ്ങൾക്ക് സമാധാനം വേണമെന്നും പറഞ്ഞിട്ട് ഇറാൻ ഈ ചർച്ചയ്ക്ക് ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ല. ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇറാനിലെ ഏതോ ഒരു മുതിർന്ന നേതാവുമായിട്ട് സംസാരിച്ചു എന്നാ. പക്ഷെ ആ വാദങ്ങളൊക്കെ തള്ളി ഇറാൻ തന്നെ രംഗത്തെത്തുകയാണ്. കാരണം അവരിപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ചർച്ചയ്ക്ക് ആവശ്യമില്ല. അല്ല, അവര് പറഞ്ഞിട്ടുണ്ട് 15 കരാറാണ്, 15 വ്യവസ്ഥകളാണ് ആ കരാറിൽ വെച്ചിരുന്നത്. ഒന്നുപോലും നടപ്പിലാക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ പൂർണ്ണമായും ഇവിടുന്ന് പിൻവാങ്ങുക, അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. ഗൾഫ് മേഖലയിലും പൂർണ്ണമായിട്ട് പിന്മാറി പശ്ചിമേഷ്യ അവർക്ക് ഫ്രീ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ സമാധാനമായിട്ടിരിക്കാം. ഇന്നലെ ഞാനൊരു സ്റ്റോറിയിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഈ മിസൈൽ സിറ്റി എന്ന് പറയുന്ന ഇറാൻ ഒരു സ്ഥലമുണ്ട്. അവിടെ ആണെങ്കിൽ 50 അടി താഴ്ചയിലേക്കാണ് ഇറാന്റെ ഭൂഗർഭ മിസൈലുകൾ ഇരിക്കുന്നത്, ആയുധ ശേഖരണം എല്ലാം ഇരിക്കുന്നത്. അപ്പൊ ഇതിനിടയിലേക്ക് നിരന്തരം ഈ പറയുന്ന ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ്. പക്ഷെ അവിടുത്തെ കവാടത്തിലൊക്കെ ചെറിയ രീതിയിലൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അകത്തേക്ക് യാതൊരു തരത്തിലും പോകാൻ പറ്റത്തില്ല. കാരണം അത്രയും സുരക്ഷയാണ് ഇറാൻ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഈ വീണ്ടും ഇങ്ങനത്തുള്ള യുദ്ധം ഇവർക്ക് നേരെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഒരു പ്രതിരോധ ശേഷി കൈക്കൊണ്ട് തന്നെ അവർക്കൊരു സെൽഫ് ഡിഫെൻസ് പോലെ അവർക്കും ഇത് തടഞ്ഞേ പറ്റൂ. അതുകൊണ്ടാണ് അവർ ഈ യുദ്ധം നടത്തുന്നത്. അല്ലാതെ യുദ്ധത്തിലേക്ക് പോകാൻ ഇറാന് തീരെ താല്പര്യമില്ല. ഇറാൻ ആദ്യ വ്യവസ്ഥകളിലേ പറഞ്ഞു ഞങ്ങൾക്ക് യുദ്ധം ഒന്നും വേണ്ട, സമാധാനത്തിലൂടെ തന്നെ പോകാണ്. പക്ഷെ ആരാണ് ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ അമേരിക്ക ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് ഒരു പങ്കുമില്ല. പക്ഷേ ഇസ്രായേൽ അവിടെ നുഴഞ്ഞു കയറി ഈ പറയുന്ന ഇറാനിലേക്ക് അടിച്ചാണ്. അപ്പൊ ആ ഒരു ആക്രമണം കാരണമാണ് ഇസ്രായേലിനെ എപ്പോഴും ഒരു ആരോടെങ്കിലും യുദ്ധം ചെയ്തിരിക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലനിൽപ്പിന് അത് യുദ്ധം ആവശ്യമാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ഡീവിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് കേസുകളുള്ള ഒരു വ്യക്തിയാണ്, ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം ഒരു പുകമറ സൃഷ്ടിക്കാൻ എപ്പോഴും കുറെ നാള് ഹമാസിനെതിരായി യുദ്ധം ചെയ്തു, ഇപ്പോ ഇറാനെതിരായി യുദ്ധം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഈ യുദ്ധം താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷവും സിറിയയിലെ ലെബനിലെയും ഈ പറയുന്ന
ഇറാൻ അനുകൂല കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇറാൻ പറഞ്ഞൊരു കാര്യം, എത്ര നാള് നമ്മൾ ക്ഷമിക്കും, ഇനി ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾ, ഊർജ്ജ നിലയങ്ങൾ, ഗൾഫ് മേഖലയിലെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നാണ്, തിരിച്ച് ആക്രമണം നടത്തുമെന്നാണ്. അതായത് ഒരാളുടെ വായിൽ എത്ര പ്രാവശ്യം കൈയിട്ടാൽ അയാൾ കടിക്കാതിരിക്കണം? 10 പ്രാവശ്യം വരെ ഒരുപക്ഷെ ക്ഷമിക്കുമായിരിക്കും. അത് അവരുടെ നയം അങ്ങനെ ആയതുകൊണ്ടാണ്, അവരൊരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവര് കൃത്യമായിട്ടുള്ള ഒരു ദൈവഭക്തിയിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ടാണ് അങ്ങനെ കൃത്യമായിട്ട് അവർ ആരെയും ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ ചെല്ലാത്തത്. അവരവരുടെ കാര്യം നോക്കി അവരുടെ രാജ്യത്ത് ജീവിക്കുന്നവരാണ്. അങ്ങോട്ട് നുഴഞ്ഞു കയറി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇപ്പൊ ഈ അമേരിക്കയുടെ കഴിഞ്ഞ ദിവസം വന്നൊരു സർവേ അനുസരിച്ചിട്ട് ഈ യുദ്ധത്തിൽ അമേരിക്കയിൽ 7% പേര് മാത്രമാണ് അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അമേരിക്കയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പോലും പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. അവിടെയും സമ്മർദ്ദം ഉണ്ടാക്കുന്നത് എപ്പോഴും അമേരിക്കയാണ്. കാരണം അമേരിക്ക ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും കാരണം ആയിട്ടുള്ള ഈ പറയുന്ന ട്രംപാണ്. അപ്പൊ ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക, അവിടുത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ അദ്ദേഹത്തിനെതിരെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ യുദ്ധത്തിൽ അവർക്ക് പങ്കില്ലെന്നോ അല്ലെങ്കിൽ ഈ യുദ്ധം എന്തിനു വേണ്ടി താല്പര്യമില്ലെന്ന രീതിയിലാണ് ഈ ചോദ്യങ്ങൾ ഉയരുന്നതും. സെനറ്റിലൊക്കെ വേറെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇസ്രായേൽ ജനങ്ങളും അത് തന്നെയാണ് പറയുന്നത്. കാരണം ഇപ്പൊ അമേരിക്കയെക്കാട്ടി ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിലും കൂടിയാണ്. അപ്പൊ അവിടുത്തെ ജനങ്ങളും ചോദിക്കുന്നത് എന്തിന്റെ കേടായിരുന്നു നിങ്ങൾക്ക് ഇങ്ങോട്ട് പോയി ഒരു അടി നടത്തേണ്ട? കാരണം അവര് നേരിട്ട് ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ചർച്ചകളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം പോലും ഇറാനും ഇസ്രായേലും തമ്മിലില്ല. പക്ഷേ ഈ പറയുന്ന അമേരിക്കയുടെ ഒരു നയതന്ത്രപരമായിട്ട് ഒരു അനുമതിയൊക്കെ കൊടുത്ത് ഇവര് സംയുക്തമായിട്ട് ഒരു ആക്രമണം നടത്തിയതാണ്. ഇതിനകത്ത് ഇസ്രായേലിന് ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്ന് ലോകം മൊത്തം നോക്കുമ്പോൾ ഇവര്, അതായത് ഈ അമേരിക്കയും ഇസ്രായേലും മൂലമാണ് ഇന്ന് ലോക രാജ്യങ്ങൾ വരെ സ്തംഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഇറാന്റെ കരുത്തിന് മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യമുണ്ട്. അതായത് ഇറാൻ പറയുന്ന വാക്ക് അത് കണക്ക് പാലിക്കുകയും പ്രവൃത്തി അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറാനെ കുറച്ചുകൂടി ഒരു അയവുള്ള രീതിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു പരിധി വരെ ക്ഷമിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഈ അയവ് മാറിയതിനു ശേഷം ഇസ്രായേൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത, അത് മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിൽ അവിടുത്തെ കെട്ടിടങ്ങളും അവിടുത്തെ ജനജീവിതം ദുസ്സഹമാകുന്ന രീതിയിലുമാണ് ആക്രമണം നടത്തിയത്. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. ചർച്ച 4ാം ഘട്ട ചർച്ച കഴിഞ്ഞായിരുന്നെങ്കിൽ ഇന്ന് അമേരിക്കയും ഫ്രീ ആയിട്ടിരുന്നേനെ, ഈ പറയുന്ന ഇസ്രായേലും ഫ്രീ ആയിട്ടിരുന്നേനെ. അതിൽ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്താണെന്നറിയാമോ? ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപിനാണ് യുദ്ധത്തിന് അല്ലെങ്കിൽ സമാധാനപ്രിയനുള്ള ഒരു നൊബേൽ സമ്മാനത്തിന് പരിഗണിച്ചു എന്നുള്ളതാണ്. എന്ത് യുദ്ധമാണ് അദ്ദേഹം നിർത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നത്? എല്ലായിടത്തും ഇപ്പൊ ഇന്ത്യയിൽ ഒരു പ്രശ്നം വന്നപ്പോഴും പാകിസ്ഥാനായിട്ടൊരു പ്രശ്നം വന്നപ്പോഴും അവിടെയും കയറി ട്രംപ് കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഇന്ത്യ ഒരിക്കലും അതിനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ട്രംപ് ഒരു അവസരവാദിയാണ്. തീർച്ചയായും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യുദ്ധം നടന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരിക്കലും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അദ്ദേഹം. അതെ, നമുക്ക് ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വരുന്നതിന് അധിക തീരുവ ചുമത്തിയിരുന്നതാണ്. എന്നിട്ട് ഈ യുദ്ധം നടന്നപ്പോ പറഞ്ഞെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ഒരു 30 ദിവസം എടുത്ത. അങ്ങനെ പല രാജ്യങ്ങളെ പല രീതിയിൽ സമീപിക്കുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. പക്ഷെ പല രാജ്യങ്ങളും ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇത് വേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഈ യുദ്ധത്തിന്റെ പേരിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒറ്റപ്പെടുന്ന ഒരു അമേരിക്കയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ മാനിപ്പുലേറ്റഡ് കിങ് ഇങ്ങനെ പാറി നടക്കുക, എവിടെ ഒരു അവസരം. എപ്പോഴും ട്രംപ് ശ്രമിച്ചിരുന്നത് ട്രംപിനൊരു മേൽക്കോയ്മ ഉണ്ടാക്കിയെടുക്കുക. ഏത് രാജ്യങ്ങളിലും ട്രംപിനൊരു മേൽക്കോയ്മ, ട്രംപ് പറയുന്നത് നടക്കും എന്നൊരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള. പക്ഷേ അതുപോലെയാണ് ഇറാനും എന്നാണ് ട്രംപ് ധരിച്ചത്. ഈ 1 മാസക്കാലം ഇങ്ങനെ കരുത്തോടുകൂടി നിന്ന് അവർക്കെതിരെ ലോകശക്തി എന്ന് സ്വയം അല്ലെങ്കിൽ അജയൻ എന്ന് സ്വയമായി വിശ്വസിക്കുന്ന ട്രംപിന് നേരെ ഇത്ര ശക്തിയോടുകൂടി നട്ടെല്ല് നിവർത്തി നിന്ന് യുദ്ധം ചെയ്യുമെന്ന് ഒരിക്കലും ട്രംപ് വിശ്വസിച്ചിരുന്നില്ല. പണ്ടൊക്കെ കുറെ പേര് ഇങ്ങനെ നോ പറയത്തില്ലായിരുന്നു ട്രംപ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഈ ഇറാന്റെ കരുത്തിന് മുന്നിൽ ഇപ്പൊ കുറെ പേര് ട്രംപിനെ എടുക്കാൻ നോ പറഞ്ഞത് കൊണ്ട് തന്നെ ട്രംപ് ഏകദേശം ഒറ്റപ്പെട്ടു. കാരണം സഖ്യരാജ്യങ്ങൾ പോലും ട്രംപിന്റെ ഒപ്പം നിൽക്കുന്നില്ല എന്നുള്ള, അവിടെയാണ് ട്രംപ് ഏറ്റവും വലിയ പരാജയം നേരിട്ട് പോയത്. ഈ കുവൈത്തിലൊക്കെ ഇപ്പോഴും അടി നടക്കുന്നുണ്ട്. അവരെന്തുകൊണ്ട് കുവൈത്ത് അതിനെ പ്രതിരോധിക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് അമേരിക്കയെ സപ്പോർട്ട് ചെയ്ത് വരുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. കാരണം എപ്പോഴും ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഏത് നിമിഷവും കാലം മാറാം എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിട്ട്. ഈ ഒരു യുദ്ധത്തോടു കൂടി ഏകദേശം പൂർണ്ണമായ ഒരു ധാരണ, ചെറിയൊരു ധാരണയായിരുന്നു മുൻപ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് പൂർണ്ണമായ ധാരണയിലേക്ക് എത്തി. ട്രംപ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ്. പക്ഷെ എങ്ങനെ സാധിക്കുമല്ലേ ഒരു ഇത്രയും വലിയൊരു രാജ്യത്തിന്റെ
പ്രസിഡന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാള് ഇങ്ങനെ നിമിഷങ്ങൾക്കുള്ളിൽ വാക്കുമാറാനും അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും തികച്ചും വ്യത്യസ്തമായി പ്രവർത്തിക്കാനും എങ്ങനെ സാധിക്കുന്നു? ഒരു സാധാരണ മനുഷ്യനെ സാധിക്കാത്ത കാര്യങ്ങളാണ് വലിയൊരു തലപ്പത്തിരിക്കുന്ന ഒരാൾക്ക് മാറ്റി മാറ്റി പറയാ എന്ന് പറയുന്നത് ആ നാടിന് തന്നെ നാണക്കേടാവുന്ന രീതിയിലാണ്. കാരണം അത്രയും ഒരു അധപ്പതിച്ച രീതിയിലാണ് അദ്ദേഹത്തിന്റെ വെല്ലുവിളികൾ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ട്രംപിന് ചില സമയത്ത് ഭയങ്കര പേടിയാണ്. ചില സമയം അതായത് പുടിനെ ആയിട്ട് ഫോൺ സംഭാഷണത്തിന് ശേഷം ട്രംപ് വന്നിട്ട് പറഞ്ഞു എന്താ യുദ്ധം അങ്ങനെ വലിയ പ്രശ്നത്തിലേക്ക് പോകത്തില്ല, ആക്രമണം നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് മറുവശത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അല്ല, അത് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇപ്പൊ ഉത്തര കൊറിയയിലെ കിം ജോങ് ഉൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക എന്ന് പറയുന്ന ഒരു ഗുണ്ടാ രാജ്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇറാന്റെ കയ്യിൽ ആണവായുധമില്ല എന്ന ധൈര്യത്തിലാണ് അമേരിക്ക ഈ അടിക്കുന്നതെന്നാണ്. ആണവായുധം ഉണ്ട് എന്നൊരു ചിന്ത അമേരിക്കയിൽ ആണവായുധം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നൊരു ചിന്ത അമേരിക്കയ്ക്ക് വന്നാൽ അമേരിക്ക അവിടെ പതറും, ഭീരുവാണ് അമേരിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റിയ മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഉത്തര കൊറിയ ഇറാന് ആണവായുധം നൽകാൻ തയ്യാറാണ്. അത് ഞങ്ങൾ നൽകിയാൽ അമേരിക്ക എന്ത് ചെയ്യും? ഇതാണ് കിം ജോങ് ഉൻ അവിടെ ചോദിച്ചു. വളരെ അധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാനെ. അല്ല, വ്യക്തമായി സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതെ. അപ്പൊ അത് മാത്രമല്ല, റഷ്യ ഉണ്ട്, ചൈനയുണ്ട്. റഷ്യയും ചൈനയുണ്ട്. അപ്പൊ ഇവരെല്ലാം രംഗത്തെത്തുമ്പം റഷ്യയും ചൈനയും എന്നൊക്കെ പറഞ്ഞ എപ്പോഴും കുറെ ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാജ്യങ്ങളാണ്. പക്ഷെ ഉത്തര കൊറിയ അങ്ങനെയല്ല. ഉത്തര കൊറിയ ചിന്തകളില്ല, പ്രവർത്തികൾക്കാണ് അവിടെ പ്രാധാന്യമുള്ളത്. ഉത്തര കൊറിയക്ക് ദേഷ്യമുണ്ട്. കാരണം ഇതിനു മുമ്പ് ഈ ഉത്തര കൊറിയയുടെ മകൾ ഇപ്പൊ കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആവുന്നുണ്ട്. അപ്പൊ ഭരണം തിരിച്ചിനി ഉത്തര കൊറിയയില് ഈ കിം ജോങ്ങിനൊപ്പം ആ ഭരണസ്ഥിതി എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്റെ മകളെയും കൂട്ടി നിർത്തി ഇതെല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കാണാവുന്നതാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മകളോട്, അതായത് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയിൽ നിന്നൊരു ആക്രമണം നമ്മുടെ ഭാഗത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അതൊരു ആലോചിച്ച് നോക്കിക്കാണും ഉത്തര കൊറിയക്ക് എത്രത്തോളമാണ് അമേരിക്കയോടുള്ള ഒരു വൈരാഗ്യം എന്ന് പറയുന്നത്. അദ്ദേഹം മകളോട് പറഞ്ഞിങ്ങനെയാ, അവരുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ഒരു മണ്ണിലേക്ക് ഒരു ആക്രമണം ചെറിയ തോതിൽ വന്നു കഴിഞ്ഞാൽ ഇന്നിക്ക് 3-ാം ദിവസം നമ്മൾ അവിടുത്തെ വൈറ്റ് ഹൗസിൽ താമസിക്കും എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് തീർത്ത് കളഞ്ഞിട്ട് നമ്മൾ അവിടെ താമസിക്കും എന്നൊരു ലെവലിലേക്കാണ് പറയുന്നത്. അല്ല, എപ്പോഴും കിം ജോങ് ഉൻ അങ്ങനത്തെ ഒരു വ്യക്തി തന്നെയാണ്. നമുക്ക് എന്താണ് അദ്ദേഹം പ്രവർത്തിക്കുക എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും അദ്ദേഹത്തെ കളിയാക്കാറുണ്ട്. പക്ഷെ എന്നാൽ പോലും അങ്ങനെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പലപ്പോഴും തോന്നും ഇങ്ങനെ വ്യക്തിത്വമില്ലാത്ത അല്ലെങ്കിൽ നിലപാടുകളില്ലാത്ത ഒരു വ്യക്തിയോട് ഇത്തരത്തിലൊരു വ്യക്തി തന്നെയാണ് നേരിടേണ്ടത്. അല്ലാതെ കുറച്ച് ഇറാനെ പോലെ കുറച്ച് നിലപാടുള്ള ഒരു രാജ്യത്തിനൊന്നും ഒരിക്കലും അവർക്ക് ഒരു പരിധിക്കപ്പുറം സ്വന്തം നിലപാടുകളെ കൈവിട്ട് കളഞ്ഞ് പ്രവർത്തിക്കാൻ ഇറാൻ ഒരിക്കലും സാധിക്കില്ല. അല്ല, ദിവ്യ തന്നെ ആലോചിക്കുക, ഈ നിലപാട് ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്ന ട്രംപിന് എന്തിന്റെ കേടാണ് മറ്റൊരു രാജ്യത്ത് പോയി അവരുടെ രാജ്യം ഭരിക്കണം എന്ന് പറഞ്ഞാൽ? സ്വന്തമായിട്ടൊരു രാജ്യമുണ്ട്, ആ രാജ്യത്തെ ഇറാനിലെ എണ്ണപ്പാടങ്ങൾ തന്നെയാണ് ട്രംപിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് കിട്ടും. നമുക്കറിയാം, ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യകാലങ്ങളിൽ ബ്രിട്ടന്റെ കയ്യിലായിരുന്നു. ബ്രിട്ടൻ കൂടിച്ചേർന്നുകൊണ്ട് ഇറാനെ ദാരിദ്ര്യത്തിലേക്ക് കടത്തിവിടുകയും ബ്രിട്ടൻ സാമ്പത്തികമായി വളരെയധികം ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഭരണകൂടം അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും ആ ഒരു എന്താ പറയുന്നത്, നമ്മളുടെ എണ്ണപ്പാടങ്ങൾ ദേശസാൽക്കരിക്കുന്ന ഒരു നടപടിയിലേക്കൊക്കെ അന്ന് ഇറാൻ പോയിരുന്നു. വർഷങ്ങൾക്ക് ചരിത്രം പറയുന്നതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ പോയി. അപ്പൊ അന്ന് തുടങ്ങി അമേരിക്കയ്ക്ക് ഒരു കണ്ണുണ്ട് ഇവിടെ. എണ്ണപ്പാടം എങ്ങനെയും തിരിച്ചു പിടിക്കണം എന്നൊരു ചിന്ത അമേരിക്കയ്ക്ക് ഉണ്ട്. ആ ഒരു ചിന്ത നടപ്പിലാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കള്ളത്തരം ഒളിക്കാൻ വന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു പിടിക്ക് 2 പക്ഷി, എനിക്ക് ഈ എണ്ണപ്പാടവും കിട്ടുമല്ലോ എന്നാണ് അമേരിക്ക കരുതിയത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അമേരിക്ക കൊടുത്ത ഉപരോധങ്ങളിൽ ഇറാൻ വളരുകയായിരുന്നു എന്ന് അമേരിക്കക്ക് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇല്ലാതെ പോയി. അതെങ്ങനെയാണ്, ട്രംപാണല്ലോ ഭരിക്കുന്നത്, അപ്പൊ അത്രയല്ലേ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഇറാന്റെ നേതാക്കൾ എപ്പോഴും നല്ല പറയുന്ന വ്യക്തമായിട്ടുള്ള പ്ലാനോട് കൂടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അവർ ആ ഒരു കാര്യം ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പം ഈ ഇറാന്റെ മുന്നിൽ പിടിച്ച് ഇറാൻ ഒരു രാജ്യങ്ങളും സഹായത്തിനില്ല. പക്ഷേ നോക്കിക്കേ, ഇത്രയും രാജ്യങ്ങളുണ്ടായിട്ട് ആണവ ശേഖരം ഇത്രയേ ഉള്ള കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ. അതിലൊന്ന് ഇറാനാണ്. അപ്പൊ ഈ അമേരിക്കയെ പോലും ഇത്രയും വെല്ലുവിളിച്ച് അവരെ മുൾമുനയിൽ നിർത്താനുള്ള ഒരു ശക്തി അവർക്കുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ലോകം എത്രത്തോളം ഇറാനെ നോക്കിക്കാണുമെന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതെ, ഇനിയിപ്പോ 28-ാം തീയതിക്ക് ശേഷമാണ് എന്തായിരിക്കും ലോകം കാണാൻ പോകുന്ന നിർണായക തീരുമാനം എന്ന് നമുക്ക് അറിയാൻ സാധിക്കുക, അല്ലെ? അപ്പോ യുദ്ധം അവസാനിക്കോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അടുത്ത അറിയേണ്ടത്. അപ്പോൾ അമേരിക്കയുടെ നിലപാടുകൾ ഇങ്ങനെ വ്യത്യസ്തമാവുകയാണ് എങ്കിൽ പെട്ടെന്നൊരു യുദ്ധം അവസാനിക്കുന്ന രീതിയൊന്നും അടുത്തെങ്ങും കാണുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് പ്രത്യാശിക്കാം എത്രയും പെട്ടെന്ന് യുദ്ധം സമാധാനപരമായി തീരട്ടെ, ചർച്ചകൾ വിജയം കാണട്ടെ. ഇറാന്റെ കൃത്യമായ ആവശ്യങ്ങൾക്ക് മുന്നിൽ അമേരിക്ക തോറ്റുമടങ്ങാതെ മറ്റൊരു രക്ഷയും ഇല്ല. പൊലിയാതിരിക്കട്ടെ. അതെ.